കുട്ടികളെ, ഈ ചിത്രം നോക്കൂ. നമുക്ക് എന്തൊക്കെ കാണാം? ഒരു കുളവും അതിനു ചുറ്റുമുള്ള ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു ചെറിയ ആവാസ വ്യവസ്ഥ, ഇക്കോസിസ്റ്റം ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ചിത്രം നിരീക്ഷിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ചിത്രത്തിലുള്ള ജീവനുള്ളവയും ജീവനില്ലാത്തവയും ആരൊക്കെയാണെന്ന് കണ്ടെത്താം. നമുക്ക് നോക്കാം. ജീവനുള്ളവ ബയോട്ടിക് എന്ന് പറയും. ജീവനുള്ളവയെ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, എന്തൊക്കെയാണ്? തവളയുണ്ട്, മീനുണ്ട്, താറാവ്, ആമ, കൊക്ക്, കക്ക, തുമ്പി, പുൽച്ചാടി, ചെടികൾ, മരങ്ങൾ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. ഇനി ജീവനില്ലാത്തവയാണ് എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവ, എബയോട്ടിക് എന്ന് വെച്ചാൽ ജീവനില്ലാത്തവ. അവിടെ ജീവനില്ലാത്തവ ആരൊക്കെയാണ്? വെള്ളമുണ്ട്, മണ്ണുണ്ട്, കല്ലുണ്ട്, സൂര്യപ്രകാശമുണ്ട്, വായുവുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിലനിൽപ്പിനുള്ള ഘടകങ്ങൾ, എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ചിത്രത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്? മീനിന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? സൂര്യപ്രകാശം വേണം. എന്തിനാണ്? വെള്ളത്തിനടിയിലെ ചെടികൾക്ക് ആഹാരം നിർമ്മിക്കാൻ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. എന്നാൽ മാത്രമേ മീനിന് ഭക്ഷണം ലഭിക്കുകയുള്ളൂ, ആണല്ലോ. രണ്ടാമത്തത് ജലസസ്യങ്ങൾ. മത്സ്യങ്ങൾക്ക് ഭക്ഷണമായും ഒളിച്ചിരിക്കാനും ഓക്സിജൻ ലഭിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ജലസസ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇനി എന്ത് വേണം? വായു വേണം, ഓക്സിജൻ വേണം, വേണ്ടേ? വെള്ളത്തിൽ ചേർന്ന ഓക്സിജൻ ശ്വസിച്ചാണ് ജീവിക്കുന്നത്? മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ജലം വേണ്ടേ? മത്സ്യത്തിന്റെ ആവാസ സ്ഥലമാണ് ആര്? വെള്ളം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പട്ടികപ്പെടുത്തും. എങ്ങനെ? താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ശലഭവും കല്ലും വിവരങ്ങൾ പൂരിപ്പിക്കാൻ കുട്ടികളെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാൻ നോക്കാം നമുക്ക്. ഇവിടെയുള്ള ജീവനുള്ളവ, ജീവനില്ലാത്തവ, ഒന്ന് ശലഭമാണ്, മറ്റേത് കല്ലാണ്. ഓക്കെ അല്ലേ? അതിൽ ജീവനുള്ളവന ആരൊക്കെയാണെന്ന് എഴുതുക, കല്ലിൻ്റെ അകത്ത് ജീവനില്ലാത്തവ ആരൊക്കെയാണെന്ന് എഴുതാം. നമുക്ക് നോക്കാം. ജീവനുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ശ്വസിക്കാൻ കഴിയും, ആഹാരം കഴിക്കുന്നു, വളർച്ചയുണ്ട്, ഗ്രോത്ത് ഉണ്ട്, പ്രത്യുൽപാദനം നടത്തുന്നു എന്ന് വെച്ചാൽ എന്താ? കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. പിന്നെ ലാസ്റ്റ് എന്താ? ചലിക്കാൻ കഴിയും. എന്തൊക്കെയുണ്ട് ജീവനുള്ളവരുടെ പ്രത്യേകത? എന്താ? അവർക്ക് ശ്വസിക്കാൻ കഴിയും. ജീവനില്ലാത്തവരുടെ പ്രത്യേകതയോ? അവർ ശ്വസിക്കുന്നില്ല, ആണല്ലോ. ഇനി ജീവനുള്ളവയുടെ പ്രത്യേകത, അവർ ആഹാരം കഴിക്കുന്നു. ജീവനില്ലാത്തവ ആഹാരം കഴിക്കുക? ഇല്ല, ആഹാരം അവർക്ക് ആവശ്യമില്ല. വളർച്ചയുണ്ട് ആർക്ക്? ജീവനുള്ളവയിൽ. ജീവനില്ലാത്തവരെന്താ? വളരുന്നില്ല. ഓക്കെ, പ്രത്യുൽപാദനം നടത്തുന്നു, കുട്ടികളെ ഉണ്ടാക്കുന്നു. ആര്? ജീവനുള്ളവ. ജീവനില്ലാത്തവയോ? കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നില്ല. ചലിക്കാൻ കഴിയും ആർക്ക്? ജീവനുള്ളവർക്ക്. ജീവനില്ലാത്തവർക്ക് സ്വന്തമായി ചലിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? അപ്പൊ മീനിന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ടീച്ചർ ചോദ്യം ചോദിക്കുക കുട്ടികൾ, മീനിന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ ആവാസ വ്യവസ്ഥ എന്താണ്? വെള്ളമാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? വെള്ളത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ചിത്രത്തിലെ തവളക്ക് ഭക്ഷണമായി അവിടെ എന്തെല്ലാം ഉള്ളത്? ചിത്രത്തിൽ നമുക്ക് തവളേനെ കാണാം. അപ്പൊ തവളക്ക് ഭക്ഷണമായിട്ട് എന്തൊക്കെ ഉണ്ട് അവിടെ? തുമ്പിയിട്ട്, പുൽച്ചാടി തുടങ്ങിയ പ്രാണികളുണ്ട്, ഉണ്ടല്ലോ. ഇനി ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, സസ്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ? കാരണം എന്താ? സസ്യങ്ങൾക്ക് ജീവനുണ്ട്, മണ്ണിന് ജീവനില്ല. അപ്പം സസ്യം വളരാൻ എന്ത് വേണം? മണ്ണും വെള്ളവും വേണം. വെള്ളത്തിനും ജീവനില്ല, വെളിച്ചത്തിനും ജീവനില്ല. അപ്പോൾ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. സസ്യങ്ങൾക്ക് വളരാൻ മണ്ണും വെള്ളവും വെളിച്ചവും വേണം. സസ്യങ്ങൾ ജീവനുള്ളവയാ, ബാക്കിയുള്ള ജീവനില്ലാത്തവയാ. അപ്പൊ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ജീവനുള്ളവയ്ക്ക് ഇങ്ങനെയും പറയാം നമുക്ക്. ജീവനുള്ളവർക്ക് നിലനിൽക്കാൻ ജീവനില്ലാത്ത ഘടകങ്ങളുടെ സഹായം അനിവാര്യമാണ്. പ്രകൃതിയിലെ ഈ ബാലൻസ് നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ജീവനുള്ളവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവനില്ലാത്ത ഘടകങ്ങളുടെ മണ്ണ്, വായു ആയിക്കോട്ടെ, ജലമായിക്കോട്ടെ, അവരുടെ സഹായം അനിവാര്യമാണ്. ഇതാണ് നമ്മുടെ പ്രകൃതിയിലെ ബാലൻസ് നിലനിർത്തുന്നത്. മനസ്സിലായോ? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഇക്കോസിസ്റ്റമാണ്. ഒരു ആവാസ വ്യവസ്ഥയാണ്. ഓക്കെ, ആവാസ വ്യവസ്ഥയിൽ ജീവികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഈ പോഷൻ മനസ്സിലായോ മക്കൾക്ക്?